തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുക, അതിൽ ഒരു വിജയിയെ പ്രഖ്യാപിക്കുക, ഒരു മുന്നണിയെ വിജയിയായി പ്രഖ്യാപിക്കുക, അതിൽ തീരുന്ന ഒരു പൗരധർമ്മം അത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്ക് കൂടി വ്യാപിക്കുന്ന, അതിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അപൂർവമായ പ്രതിഭാസമാണ് ഇവിടെ കണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞ മുന്നണിയിൽ നിന്ന് അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർക്കത് വിട്ടുകൊടുക്കുകയും അതിൽ എത്ര സമയമെടുത്താലും, ഞാൻ പറയുന്നത് സമയത്തിൻ്റെതേ അല്ല, എത്ര സമയമെടുത്താലും അവർക്ക് അത് അവരുടെ മാത്രം തീരുമാനമായി അവരുടെ പാർട്ടിയിലെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റേത് പാർട്ടി ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. BJPയും മറ്റും ആണെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന് ഒരു നിഗൂഢ കേന്ദ്രത്തിൽ നമുക്കറിയാം വളരെ എന്താ പറയുക ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ അത് താഴേക്ക് ആ നിയമനം വരുന്ന രീതിയിലാണ് ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ സമയത്തിനിടയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ആവശ്യപ്പെടുന്നു. ജനങ്ങൾ ഒരു നേതാവിനെ പിന്തുണ. ഞങ്ങൾ ഈ മുന്നണിയെ തെരഞ്ഞെടുത്തത് മറ്റാരെയും മുഖ്യമന്ത്രിയാക്കാനല്ല, ഇദ്ദേഹത്തെ മാത്രം മുഖ്യമന്ത്രിയാക്കാനാണെന്ന് അവർ ഉറച്ചു പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് എന്തൊക്കെ പറഞ്ഞാലും അത് ഇളക്കി വിട്ടതാണെന്ന് ഏതൊക്കെ നേതാക്കൾ പറഞ്ഞാലും അതിനകത്ത് ജനകീയമായൊരു എലമെന്റ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഇനി പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന CPM അടക്കമുള്ള LDF കക്ഷികൾക്ക് സംഭവിച്ചത്. ഞാൻ ഒറ്റ കാര്യമാണ് പറയുന്നത്. ഞാൻ ഘടകകക്ഷികളുടെ പിന്തുണയിലേക്ക് വരാം. അതിനു മുമ്പ് ഒറ്റ കാര്യമാണ് ഇത്. ഇത്രയും നമ്മൾ ഇന്ന് നോക്കൂ, തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന VD സതീശന് LDF പക്ഷത്തു നിന്ന് അവരുടെ പ്രചാരണം ഇടപെടുകയാണ്. ലോക് ഭവനിലേക്ക് VD സതീശൻ എത്തിയിരിക്കുകയാണ്. ലോക് ഭവനിൽ ഗവർണർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് അദ്ദേഹം ഗവർണർക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി VD സതീശനെ ക്ഷണിക്കുക. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ സമയവും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക. ഇതൊരു സർക്കാർ രൂപീകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ മാത്രമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. 5 വർഷം മാത്രമുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കാവുന്നത്. നുണേശൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെയാണ് അങ്ങനെ പേര് വിളിച്ചുകൊണ്ട് അവർ ആക്ഷേപിച്ച് പൊതുജനമധ്യത്തിൽ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ മനുഷ്യന് വേണ്ടി കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ എന്തുമാത്രം പൊളിറ്റിക്കലായിട്ടാണ് ഇന്ന് അവിടെ KPCC ആസ്ഥാനത്ത് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ഐസക് ആളുകളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ പറയുകയാണ്, കേരളത്തിന് ആവശ്യമുള്ള മുഖ്യമന്ത്രിയാണ്, കേരളം ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. അങ്ങനെ പറയാൻ വളരെ 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 പെട്ടെന്ന് തന്നെ പറയാൻ ആരും പ്രോംപ്റ്റ് ചെയ്യാതെ അവർക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വികാരം മനസ്സിലാക്കാൻ, അത് മുൻകൂട്ടി തിരിച്ചറിയാനുമൊക്കെ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസ് MLA-മാർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കതിലേക്ക് വരേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അത് ആദ്യമേ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കി അവർ ഒരു നിലപാടെടുത്തു. മറ്റ് ഘടകകക്ഷികൾ സമാനമായ നിലപാടെടുത്തു. അതിൽ വേറൊരു വഴിക്ക് ഇതിനെ തിരിച്ചുവിടാൻ സംഘടനയ്ക്കുള്ളിൽ നടത്തിയ പലതരത്തിലുള്ള മാന്യൂവറിങ് എന്ന് നമ്മൾ പറയാം. ആ ശ്രമം വിജയിച്ചില്ല എന്നതുകൂടിയാണ് ഇതിൻ്റെ സത്യം. അക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാടിനെ കേരളം പ്രശംസിച്ചേ മതി.